ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായിരുന്ന കുറച്ച് റിയലൈസേഷൻസിനെ കുറിച്ചിട്ടാണ്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 വയസ്സായിരുന്നു, ഗുഡ് തിങ്സ് ടേക്ക് ടൈം. കാരണം ഇതിന് മുന്നേ 2 തവണ ചാനൽ തുടങ്ങി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇത്തവണ അതുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് പലതും ഇവിടെ കവറപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് മിസ്റ്റേക്ക് പ്രോപ്പർ ഗ്രൗണ്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക എന്നതായിരുന്നു. ലൈക്ക് ഏത് തരം ഓഡിയൻസിലേക്കാണ് എത്തിക്കേണ്ടത്, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതും ചെയ്യാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ഈ ചാനലിലേക്ക് എത്തിയപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഡു യു വോണ്ട് ടു ഡു യൂട്യൂബ് ആസ് എ ഹോബി ഓർ ഡു യു ആക്ച്വലി വോണ്ട് ടു ഗ്രോ ചെയ്യണമെന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും യൂട്യൂബിനെ ഒരു ഹോബി ആയിട്ട് കാണാൻ പറ്റില്ല. ഈ ജോബിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മറ്റ് ജോബ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീഡം ഓഫ് ഫിനാൻസ്, ലൊക്കേഷൻ ആൻഡ് ടൈം, ഈ 3 കാര്യങ്ങളും നമുക്ക് പ്രിഫർ ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇൻകം കിട്ടുന്നതിന് പുറമെ ഇറ്റ്സ് എ ജേർണി ഓഫ് സ്കിൽ ബിൽഡിംഗ്, സെൽഫ് ഡിസ്കവറി ആൻഡ് ക്രിയേറ്റിവിറ്റി. വ്യൂസ് കുറവാണെങ്കിൽ കൂടി യു ആർ സ്റ്റിൽ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് വിത്ത് എവറി വീഡിയോ യു മേഡ്. പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉള്ളൊരു കോണ്ടന്റ് ആണെങ്കിൽ അത് എപ്പോഴാണ് കാണുന്ന ഒരാൾക്ക് റെസനേറ്റ് ആവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കീപ് പുഷിംഗ് ഫോർവേഡ്. സോ കോണ്ടന്റ് ക്രിയേഷനെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻക്രീസ്ഡ് മൈ കോൺഫിഡൻസ്. From the beginning, I have always seen myself as very unphotogenic and I hated recording myself. But now I love this process. ഇതിൻ്റെ ഓൾ കൗണ്ട്സ് എന്നെ മാറ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് പോസ്റ്റ് ആൻഡ് റെസ്റ്റ്. ഐ മീൻ ഒരു ഗ്രൗണ്ട് വർക്കും ചെയ്യാതെ വെറുതെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ളതല്ല. നമുക്ക് ചെയ്യാനുള്ള പ്രോപ്പർ ഗ്രൗണ്ട് വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ മാക്സിമം എടുത്തിട്ട് പിന്നെ അതിൻ്റെ എത്ര വ്യൂസ് വന്നു, എങ്ങനെയാണ് ആളുകൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ കുറേ തോട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക, ബാഡ്ലി അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു ബെറ്റർ റിസൾട്ട് ഇല്ലെങ്കിൽ സെൽഫ് ബ്ലെയിം ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കോണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ഹൗ ടു മാനേജ് ടൈം, ഹൗ ടു പ്ലാൻ ആൻഡ് പ്രൊജക്റ്റ്, എസ്പെഷ്യലി ടേക്കിംഗ് ഓൺ ക്രിറ്റിസിസം. ഇപ്പോൾ പ്രസൻറ്റേഷൻ ഫീൽഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ദാറ്റ് മെയ്ഡ് മീ മോർ സ്ട്രോങ്. പിന്നെ എന്താ പറയുക, നമ്മളൊരു നെഗറ്റീവ് ഇൻറ്റൻഷൻസോട് കൂടി ആണ് പറയുന്നത് എങ്കിൽ അത് മൈൻഡ് ആക്കണ്ട. നല്ല സജഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. ബേസിക്കലി സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ്. അനദർ ലെസൺ ഈസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു ദോസ് ഹു ഹാവ് ഫ്യൂ പോസ്റ്റ് ആൻഡ് മാസീവ് വ്യൂസ്. ഇത് തന്നെ ഒരു സമയത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടറായിരുന്നു. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്കൊരു കാര്യമില്ല. ഇപ്പം അവർ ചിലപ്പോൾ ഒരു പോസ്റ്റിന് തന്നെ കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നിരിക്കും. നമ്മൾ ചിലപ്പോൾ എത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോസ്റ്റിന് ചിലപ്പം ഒട്ടും വ്യൂസ് കുറവായിരിക്കും. എത്രയൊക്കെ വീഡിയോസ് ഇട്ടാലും വ്യൂസ് ഇല്ലാണ്ടിരിക്കുക. ഇത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് വ്യൂസ് ഉള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കുറച്ചുകൂടെ ഇത് വർക്ക് ചെയ്യുന്നതിനൊന്നും കൂടെ ഡ്രെയിൻ ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. അവരും ഇതുപോലെ മിസ്റ്റേക്ക് നിന്നൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്തായാലും നമുക്കൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ട്രയൽ ആൻഡ് എറർ ഫേസ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് വ്യൂസ് കുറയും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പെട്ടെന്ന് എടുക്കുന്ന വീഡിയോയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ വ്യൂസ് വരിക. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊരു ന്യൂട്രൽ ഫീലിംഗിൽ കാണാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എപ്പോഴും യൂട്യൂബിനെ ഇങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും അഡിക്ഷൻ ആക്കുക. ബിക്കോസ് സെൽഫ് എസ്റ്റീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബീയിങ് ഓൺ യൂട്യൂബ് ഓർ എനി അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ക്യാഷ് സ്റ്റോക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.